സന്നദ്ധ സംഘടനകൾക്കുള്ള വിദേശ സംഭാവന സംബന്ധിച്ച ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനു മുമ്പ് ഇത് സംബന്ധിച്ച നിയമങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള ബില്ല് കൊണ്ടുവന്നിരുന്നു. ആ ബില്ല് ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഈ ഭേദഗതിക്കെതിരെ വ്യാപകമായ തോതിൽ പ്രതിഷേധങ്ങൾ ചില ക്രിസ്തു മത സംഘടനാ നേതാക്കന്മാർ, മതപുരോഹിതന്മാർ എതിർപ്പുമായി വന്നിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇതിനു മുമ്പ് കൊണ്ടുവന്ന ബില്ലിൽ കൊണ്ടുവന്ന ഭേദഗതി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാരണം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ വോട്ട്, ന്യൂനപക്ഷ വോട്ട് BJP കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നതും അതിനെതിരായിട്ട് വ്യാപകമായ എതിർപ്പുകൾ ഉണ്ടായതും. അതുകൊണ്ട് തന്നെ ബില്ല് മാറ്റിവെച്ചെങ്കിലും BJPക്ക് കേരളത്തിൽ പ്രതീക്ഷിച്ചത്ര ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാതിരുന്നത് ഈ ബില്ല് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭേദഗതി ബില്ല് കൊണ്ടാണ് എന്നുള്ളൊരു ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീണ്ടും ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ഡെമോഗ്രഫി, ജനസംഖ്യാനുപാതം മാറുന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു പഠനം നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മതപരമായിട്ടുള്ള ജനസംഖ്യയുടെ കണക്കുകളിലുള്ള വ്യത്യാസങ്ങളും സർക്കാരിനെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പരാതി പൊതുവെ ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ FCRA ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് സംഘടനകളുടെ ആക്ടിവിറ്റി അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ ഉറച്ചു നിൽക്കണം. ഏത് സംസ്ഥാനത്താണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സംസ്ഥാനത്ത് ഏത് മേഖലകളിലാണോ അവർ പറഞ്ഞിരിക്കുന്നത് ആ മേഖലകളിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു ഉറപ്പ് വരുത്തുകയാണ് ഒന്നാമത് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് വിദേശ പൗരന്മാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന സംഘടനകൾക്കോ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾക്കോ, ചട്ടത്തിൽ വന്ന ഭേദഗതിയിലെ മറ്റൊരു കാര്യം വിദേശ പൗരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടുന്ന സംഘടനകൾക്ക് ഈ സംഭാവനകൾ കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഭരണഘടനയിലെ 25-ാം വകുപ്പ് നൽകുന്ന അവകാശങ്ങൾക്ക് ആ അവകാശത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് തൻ്റെ മതപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതു സംബന്ധിച്ച് സ്ഥാപനങ്ങൾ നടത്താനുള്ള അധികാരമുണ്ട്, അതേപോലെ തന്നെ പൗരാണികമായ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മതപരിവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നേരത്തെ തന്നെ സുപ്രീം കോടതിയും ഒരു വിധിക്കകത്ത് പറഞ്ഞിരുന്നു, ഒരാൾക്ക് മതപരമായ പ്രചരണങ്ങൾ നടത്താനും തൻ്റെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്, അതേസമയത്ത് മറ്റൊരാളെ കൺവെർട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഫണ്ട്, അതായത് വിദേശത്ത് വരുന്ന ഫണ്ട് മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ മതപരിവർത്തനത്തിന് ഉപയോഗിക്കരുതെന്ന പ്രത്യേകമായ ഒരു നിബന്ധന കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിലെ പല ന്യൂനപക്ഷ മത മേധാവികളെയും പ്രകോപിച്ചിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ പുതിയ ഭേദഗതി ബില്ല് വരുന്നത് വരെ ഇപ്പോൾ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ചട്ടത്തിലെ ഭേദഗതി.